നമ്മുടെ താരം എന്ന് പറയുന്നത് പർപ്പിൾ കളറിലെ ക്യാബേജാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി വരുന്ന സമയം കൊണ്ട് ഡുങ്കുടും എനിക്കിത് ഫുള്ള് ചോപ്പ് ചെയ്ത് വെച്ച് തന്നെ. അതുകൊണ്ട് കുക്കിംഗ് കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ അത്രയും മുഴുവൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ക്യാബേജിൻ്റെ പകുതി എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് അടുത്തത് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് എടുത്തങ്ങ് വെക്കാമല്ലോ. പിന്നെ ഒരു സവാളയും കൂടി അങ്ങ് ചോപ്പ് ചെയ്ത് അതും കൂടിയും ആ ക്യാബേജിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കൂടി കീറിയിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തു. അടുപ്പത്തേക്ക് പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും സവാളയും പച്ചമുളകും കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുവിധം കുക്കായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നിടും. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പർപ്പിൾ കളർ ക്യാബേജ് അങ്ങനെ എപ്പോഴും ഞങ്ങൾ വാങ്ങാറില്ല കേട്ടോ, എന്നാലും ഇടയ്ക്ക വല്ലപ്പോഴും ഒക്കെ വാങ്ങാമല്ലോ. ഇത്തവണ പോയപ്പോൾ വൈറ്റ് ക്യാബേജ് ഇല്ലാത്തതുകൊണ്ടാണ് പർപ്പിൾ മേടിച്ചത്. അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത പണിയിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സച്ചുവിൻ്റെ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സാരി ഇങ്ങനെ മടക്കി തയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കേർട്ട് പോലെ ആക്കിയിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒതുക്കി വെക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ തയ്ച്ചതെല്ലാം ഹാൻഡ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റിയായിരുന്നു. അതെല്ലാം ഒന്ന് തയ്ച്ചതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി സാരിയൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കുറേ നാളായിട്ട് അവിടെ തന്നെ കിടക്കും. ഇല്ലെങ്കിൽ കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് ഒന്ന് ഒതുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവളുടെ ബ്ലൗസും ഉണ്ടായിരുന്നതും എല്ലാം എടുത്തിട്ട് അതിൻ്റേതായ സ്ഥലത്തേക്ക് വെച്ച് ഇതുപോലെ സാരി ബാഗിലാണ് കേട്ടോ ഞാൻ സാരിയും പട്ടുപാവാട എല്ലാം എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറ്. ആ പരിപാടിയും കുറേ കഴിഞ്ഞപ്പോൾ അടുത്തതാണ് ഈ സെക്ഷൻ കുറേ ഒതുക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ്. നെയിൽ പോളിഷിൻ്റെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കുറേ എല്ലാം കട്ട പിടിച്ചിട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ ഇത്തിരി നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എപ്പോഴും നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഡുങ്കുടു ആണെങ്കിലും അവളെപ്പോഴും ഒന്നുമില്ല, എന്നാലും ഇടയ്ക്കേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മാറിയായിട്ട് നെയിൽ പോളിഷസ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ കട്ടയൊന്നും എടുത്ത് മാറ്റില്ല. അടുത്ത കളർ പിന്നെ ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കട്ടയായതൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരുവിധം ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കായിരുന്നു കേട്ടോ. വല്ലാണ്ട് കട്ടയത് ആദ്യം അവരൊന്ന് സോർട്ട് ചെയ്ത് കട്ടയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉറപ്പ് വരുത്തി നല്ലത് മാത്രം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പലപ്പോഴും ഇട്ട് ഒരു കോട്ട് അല്ലെങ്കിൽ പകുതി കൈയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഇത് ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ആവുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമല്ലോ എന്ന് വെച്ചാൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് എടുത്ത് ഇടാനൊക്കെ എളുപ്പമാണല്ലോ. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ചു.